സുധീപേട്ടൻ്റെ ഉള്ളിലൊരു ഒരു കുട്ടി കലാകാരൻ ഉണ്ട് എന്നുള്ളത് ആരാണ് അത് കണ്ടുപിടിച്ചത് വീട്ടില്? അച്ഛനും അമ്മയ്ക്കും ഒക്കെ കലയിൽ താല്പര്യമുള്ള ആളുകളായിരുന്നു. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ പാടില്ല? ശരിയാ. അച്ഛൻ പാടുകയും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അതുപോലെ അമ്മയുടെ ഫാമിലിയിലും അപ്പൂപ്പനും സാഹിത്യത്തിലും വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അമ്മമാരും ഒക്കെ പാടും. അതുകൊണ്ട് തന്നെ ഞാൻ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വാതിരുന്നാൾ മഹാരാജാവ് ഗർഭസ്ഥനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ താരാട്ട് പാടി ഉറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണല്ലോ ഓമനത്തിങ്കൾ കിടാവോ ഹേമന്തം, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ വിചാരിച്ചത് ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി ഒരു പുതിയ റേഡിയോ വാങ്ങിച്ചു. അപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്നും പാട്ട് കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അച്ഛൻ പാട്ടിൽ താല്പര്യമുള്ള ആളുകൊണ്ട് സ്വാഭാവികമായിട്ട് എപ്പോഴും അങ്ങനെയാണല്ലോ. കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനൊരു സംഗീതജ്ഞാനം ഉണ്ടാവണം, പാട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്നത് പോലെ എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചന്ന് എൻ്റെ വീട്ടിൽ ഒരു റേഡിയോ, ഈ വാൽവ് റേഡിയോ ഉണ്ടല്ലോ അന്നത്തെ, വാൽവ് റേഡിയോ എന്ന് പറയും. മീനാക്ഷിക്ക് ഒരു പക്ഷേ അറിയണമെന്നുണ്ടാവില്ല, പഴയ ആളുകൾക്കൊക്കെ മനസ്സിലാക്കട്ടെ. പണ്ട് റേഡിയോയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ചൂടായി വന്നു കഴിയുമ്പോഴേ റേഡിയോ വർക്ക് ചെയ്യുള്ളൂ. മാത്രമല്ല അന്ന് റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് ബുക്കൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. ആള് വിചാരിക്കുന്നത് വളരെ പ്രായമുള്ള ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ റേഡിയോയിൽ പാട്ടുകൾ കേട്ടു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അച്ഛൻ പാടും, അമ്മ അത്ര പാടില്ല, പക്ഷേ ഈ റേഡിയോയിൽ വരുന്ന പാട്ടുകളൊക്കെ അമ്മ എഴുതിയെടുക്കും. അതുപോലെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ വരുന്ന പാട്ടുകൾ ഒരു തവണ വരുമ്പോൾ എഴുതിയിട്ട് അമ്മ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് റേഡിയോയുടെ അടുത്ത്. അപ്പോൾ അതിൽ ബുക്കിൽ പാട്ട് എഴുതിയിട്ട് പല്ലവി എഴുതിയെടുത്തിട്ട് അപ്പോൾ ആ പാട്ട് തീർന്നു പോകും.